Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിന്റെ ബേസിക്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സിലെ 15 ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് പേഴ്സൺസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എഫക്ട്സ് സ്കോപ്പ് ഓഫ് ഇൻകം. ദെൻ നമ്പർ 3, സിറ്റിസൺഷിപ്പ് ഡിറ്റർമൈൻസ് ടാക്സ് ലയബിലിറ്റി. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. 4 ഓപ്ഷൻസ്. 1 and 2 ആർ കറക്റ്റ്. 2 and 3 ഓൺലി 1 ഓൾ ആർ കറക്റ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് പേഴ്സൺസ്. കറക്റ്റ് അല്ലേ? ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അതിൽ നാച്ചുറൽ പേഴ്സൺസ് ആണ്. അതിൽ റെസിഡന്റ് ഉണ്ടായിരിക്കും, നോൺ റെസിഡന്റ് ഉണ്ടായിരിക്കും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ് ഒരു ഇൻഡിവിജ്വല് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എഫക്ട്സ് സ്കോപ്പ് ഓഫ് ഇൻകം. ശരിയല്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ് നമ്മൾ ടാക്സ് ലൈബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇൻകത്തിന്റെ സ്കോപ്പ് ഒക്കെ വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ്. സോ അതും ശരിയാണ്. നമ്പർ 3, സിറ്റിസൺഷിപ്പ് ഡിറ്റർമൈൻസ് ടാക്സ് ലൈബിലിറ്റി. അത് തെറ്റാണ്. സിറ്റിസൺഷിപ്പ് അല്ല ടാക്സ് ലൈബിലിറ്റി തീരുമാനിക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോ ഒരു ഇന്ത്യൻ സിറ്റിസൺ ചിലപ്പോൾ NRI ആയിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഇൻകത്തുമ്മ NRIയുടെ ബേസിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സിറ്റിസൺഷിപ്പ് അല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 ഉം 2 ആണ് കറക്റ്റ് വരിക. ഓപ്ഷൻ എ ആൻസർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17. Resident individual is taxed on global income. Number 2, non-resident is taxed only on Indian income. Then resident but not ordinarily resident is taxed like a resident. 4 option. 1 and 2, 1 and 3 only 1 all are correct. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് ടാക്സ്ഡ് ഓൺ ഗ്ലോബൽ ഇൻകം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒരു വ്യക്തി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ കിട്ടുന്നതാവട്ടെ പുറമേ കിട്ടുന്നതാവട്ടെ എല്ലാ ഇൻകത്തുമേയും ഫോറിൻ ഇൻകത്തുമേയും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നോൺ റെസിഡന്റ് ഈസ് ടാക്സ്ഡ് ഓൺലി ഓൺ ഇന്ത്യൻ ഇൻകം. നോൺ റെസിഡന്റിനെ ഇന്ത്യയിൽ ലഭിക്കുന്ന ഇൻകത്തുമ മാത്രം ടാക്സ് കൊടുത്താൽ മതി, ഫോറിൻ ഇൻകത്തുമ വേണ്ട. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അക്രൂഡ് ഇൻ ഇന്ത്യ അല്ലേ? അതുമൊക്കെയാണ് ഈ പറയുന്ന NRI ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് RNOR ഈസ് ടാക്സ് ലൈക്ക് എ റെസിഡന്റ്. അത് തെറ്റാണ്. അത് തെറ്റല്ലേ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ ചില കേസസിൽ മാത്രം ആ വ്യക്തി ടാക്സ് കൊടുത്താൽ മതി. രണ്ടും രണ്ട് രീതിയാണ്. ഇപ്പോൾ റെസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട്. പിന്നെ ഡീംഡ് റെസിഡന്റിന്റെ കേസ് നമ്മൾ പറയും. ഓരോരുത്തരുടെയും ടാക്സേഷൻ കേസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ശേഷം നമ്മൾ പഠിക്കുന്നതാണ്.
അപ്പോൾ അതിൽ ഓരോരുത്തർക്കും അടയ്ക്കേണ്ടതായിട്ട് വരുന്ന അല്ലെങ്കിൽ ലൈബിൾ ആയിട്ടുള്ള ടാക്സിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ. സോ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസ്, അതും എന്താണ് പറയാ, റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റിന്റെ കേസും എന്ന് പറയുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ലൈക്ക് എ റെസിഡന്റ് പോലെയാണോ നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ ടാക്സ് വരാ? അല്ല. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റ് വരാ. ഓപ്ഷൻ എ ആണ് ആൻസർ. That's about question number 17. Moving to question number 18. Basic exemption limit varies with age under old regime. Then no basic exemption is available under new regime. Basic exemption applies before deductions. 3 statements. 1 and 3 are correct. 1 and 2 are correct. Only 1 is correct. എല്ലാതും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്. ബേസിക് എക്സംഷൻ ലിമിറ്റ് വാരീസ് വിത്ത് ഏജ് അണ്ടർ ഓൾഡ് റെജീം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓൾഡ് റെജീമിൽ നമുക്കറിയാം അപ് ടു 2,50,000 വരെ, 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, നോർമൽ ഇൻഡിവിജ്വൽസിന് അപ് ടു 2,50,000 വരെ നില്ലാണ്. ഇനി എക്സംഷൻ ലിമിറ്റ് എന്താണ് 60നും 79, 80 വരെയുള്ള ആൾക്കാർക്ക്, സീനിയർ സിറ്റിസൺസിന് 3 ലക്ഷം വരെ. ഇനി സൂപ്പർ സീനിയർ സിറ്റിസൺ എബവ് 80 ആണെങ്കിൽ 5 ലക്ഷം വരെ നില്ലാണ്. അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് വാരീസ് വിത്ത് ഏജ്. ഏജ് അനുസരിച്ചിട്ട് ഓൾഡ് റെജീമിലെ എക്സംഷൻ ലിമിറ്റ് വാരി ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇനി നോ ബേസിക് എക്സംഷൻ ഈസ് അവൈലബിൾ അണ്ടർ ന്യൂ റെജീം. അത് തെറ്റല്ലേ? നോ ബേസിക് എക്സംഷൻ, ന്യൂ റെജീമില് ബേസിക് എക്സംഷൻ അവൈലബിൾ അല്ല. അത് തെറ്റാണ്. അവിടെയും ഇത്ര ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. ഇപ്പൊ 2024-25 ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ അപ് ടു 3 ലാക്ക് വരെ ടാക്സ് അടയ്ക്കേണ്ട. ഇപ്പോൾ 25-26 ഇപ്പോൾ അപ് ടു 4 ലാക്ക് വരെ എക്സംഷൻ ആണ്, ടാക്സ് അടയ്ക്കേണ്ട, നില്ലാണ്. അപ്പം എന്താണ്, ന്യൂ റെജീമിലെ ബേസിക് എക്സംഷൻ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ബേസിക് എക്സംഷൻ അപ്ലൈസ് ബിഫോർ ഡിഡക്ഷൻ. ശരിയാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ബേസിക് എക്സംഷൻ, ഈ ലിമിറ്റ് ഡിഡക്ഷന് മുമ്പ് അപ്ലൈ ചെയ്യുന്നു എന്നാ പറയണത്. അത് തെറ്റല്ലേ? നമുക്കറിയാം, ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അല്ലേ? ദെൻ ഡിഡക്ഷൻസ് അവിടെ വരുമ്പോൾ ഡിഡക്ഷൻസ് അതിനുശേഷം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ലഭിക്കുന്നു. ടോട്ടൽ ഇൻകത്തിന്മേയാണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് റേറ്റ്, ടാക്സ് സ്ലാബ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബേസിക് അവിടെയാണ് ഈ പറയുന്ന അപ് ടു 2,50,000 വരെ നില്ലേ അല്ലേ ഈ പറയുന്ന എക്സംഷൻ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഡക്ഷന് മുമ്പാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എക്സംഷൻ ലിമിറ്റ് ഒക്കെ വരുന്നത്, ടോട്ടൽ ഇൻകത്തിന്മേയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. ദെൻ ഓപ്ഷൻ വൺസ് എക്സൈസ്ഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. 4 ഓപ്ഷൻസ്, 1 and 2, 2 and 3, only 1, all are correct. Number 1, tax rates differ for individuals and companies. Correct അല്ലേ? ഇൻഡിവിജ്വൽസിനും കമ്പനീസിനും 2 റേറ്റ് ആണ് വരിക. ഇനി ഇൻഡിവിജ്വൽ ക്യാൻ ഓപ്റ്റ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ റെജീം. ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അത് ശരിയല്ലേ? 2 റെജീം ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിന് ഏത് റെജീം ഓപ്റ്റ് ചെയ്യുമ്പോഴാണോ കൂടുതൽ ബെനഫിറ്റ് ലഭിക്കുന്നത്, ടാക്സ് ഏറ്റവും കുറവ് വരുന്നത്, അത് എടുക്കാനുള്ള, ഓപ്റ്റ് ചെയ്യാനുള്ള എന്താണ് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് നമുക്കറിയാം, ന്യൂ റെജീമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഓൾഡ് റെജീം ആണെങ്കിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ബെനഫിറ്റ് എങ്കിൽ അത് എടുക്കാൻ സാധിക്കും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ വൺസ് എക്സൈസ്ഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. നമുക്ക് ഓരോ വർഷവും നമുക്ക് ഏതാണോ ബെനഫിറ്റ് ഉള്ളത് അത് എടുക്കാൻ സാധിക്കും. ബട്ട് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ വരുന്നത് ഇൻഡിവിജ്വൽസിൽ തന്നെ ബിസിനസ് ഇൻകം ഉള്ള ആൾക്കാരുടെ കേസിലാണ് ചെറിയ
റെസ്ട്രിക്ഷൻ വരുന്നത്. അതല്ലാത്തതൊക്കെ എന്താണ്, നമുക്ക് ഓരോ വർഷം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് വരുന്നത്. മൂന്നാമത്തെ തെറ്റാണ്. 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20 ഇന്നത്തെ 5ാമത്. റിബേറ്റ് റെഡ്യൂസസ് ടാക്സ് പേയബിൾ. Rebate is deducted from gross total income. Rebate is subject to income limits. 1 and 3, 2 and 3, only one is correct, all are correct. നോക്കാം. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 പറ്റിയിട്ടാണ് ചോദ്യം. റിബേറ്റ് റെഡ്യൂസസ് ടാക്സ് പേയബിൾ. ശരിയല്ലേ? റിബേറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് അത്രത്തോളം കുറയും റിബേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ദെൻ റിബേറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അത് തെറ്റല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് ആണ് കുറയ്ക്കുക. നമുക്ക് റിബേറ്റ് ലഭിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ ഇൻകം ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ വരുമ്പോഴാണ് നമുക്ക് റിബേറ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ അപ് ടു 2,50,000 വരെ ഇല്ല ഓൾഡ് റെജീം പ്രകാരം 2,50,000 to 5,00,000 വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് അവിടെ എന്ത് കൊടുക്കുകയാണ്? ഈ പറയുന്ന റിബേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ന്യൂ റെജീമിലാണെങ്കിൽ ആ രീതിയിൽ. ഓൾഡ് റെജീമിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിബേറ്റ് ഈസ് സബ്ജക്ട് ടു റിബേറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി റിബേറ്റ് ഈസ് സബ്ജക്ട് ടു ഇൻകം ലിമിറ്റ്സ്. ഞാൻ ഓൾറെഡി എൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ പറഞ്ഞു. റിബേറ്റ് എന്ന് പറയുന്നത് ഇൻകം ലിമിറ്റ്സിൻ്റെ ബേസിൽ ലഭിക്കുന്നതാണ്. ശരിയല്ലേ? അപ് ടു 2,50,000 വരെ ഇല്ല. ദെൻ 2,50,000 to 5,00,000 വരെ ഇൻകം ഓൾഡ് റെജീമിൻ്റെ ബേസിൽ 5,00,000 വരെയുള്ള ആൾക്കാർക്ക് ആണ് ഈ പറയുന്ന റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരമുള്ളത് കൊടുക്കുന്നത്. 5,00,000-നേക്കാൾ കൂടുതൽ അവിടെ ഇൻകം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 20% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻകം ലിമിറ്റിൻ്റെ ബേസിൽ ലഭിക്കുന്നതാണ് ഈ പറയുന്ന റിബേറ്റ്. ഓക്കെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാൻ. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിൻ്റെ ബേസ് ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിപ്പോൾ കുറച്ച് 4 വീഡിയോസിലൂടെ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും 8 മണിക്ക് നമ്മുടെ ചാനലിലോട്ട് ഫോക്കസ് കൊടുക്കുക. ഡെയിലി MCQ പ്രാക്ടീസ് ചെയ്യുക, അതും സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ടോട്ടൽ 100 ചോദ്യങ്ങൾ വരുന്നതിൽ ഇപ്പോഴത്തെ പാറ്റേൺ പ്രകാരം മെജോറിറ്റി വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. ഡിറക്റ്റ് ചോദ്യങ്ങൾ മിക്കതും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഡിറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഡ്ജ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് മസ്റ്റ് ആക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.